നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനത്തെ തന്നെ ദോഷകരമായി ബാധിക്കും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിറ്റാമിൻ ഡിയുടെ കുറവ് ഇന്ന് പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ്. നിസാരമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന ലക്ഷണങ്ങളാണ് പലപ്പോഴും ഇതിനുണ്ടാകുന്നത്. എന്നാൽ പോകെ പോകെ ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനായ വിറ്റാമിൻ ഡി ഹൃദയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധി ശരീര പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ ഘടകമാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനത്തെ തന്നെ ദോഷകരമായി ബാധിക്കും. വിറ്റാമിൻ ഡി കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ പല രീതിയിലാണ് ശരീരം കാണിക്കുന്നത്. അസ്ഥികളുടെ ബലഹീനത, ക്ഷീണം തുടങ്ങി നാം അവഗണിക്കുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി ലക്ഷണങ്ങൾ ഇതിനുണ്ടാകും. ഈ ലക്ഷണങ്ങളൊക്കെ നേരത്തെ തന്നെ തിരിച്ചറിയുന്നത് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ സഹായമായിരിക്കും. വിറ്റാമിൻ ഡിയുടെ കുറവിന്റെ ഒരു പ്രധാന ലക്ഷണം വിട്ടുമാറാതെയുള്ള പേശിവേദനയാണ്. പല ആളുകളും ഇത് ക്ഷീണമായിട്ടോ പ്രായമായ ആളുകളിലാണെങ്കിൽ വാർദ്ധക്യം കടന്നു വരുന്നതിന്റെ ലക്ഷണമായിട്ടോ ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. പേശികളുടെ പ്രവർത്തനത്തിൽ വിറ്റാമിൻ ഡി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കുറവ് പേശികളുടെ ബലഹീനതയ്ക്ക് കാരണമാകും. സ്ഥിരമായി അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാകാം. നമ്മുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം. നമ്മുടെ മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങളെയും വിറ്റാമിൻ ഡിയുടെ പ്രവർത്തനം സ്വാധീനിക്കുന്നുണ്ട്. തലച്ചോറിന്റെ പ്രവർത്തനത്തിനും മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഹോർമോണായ സെറാട്ടോണിന്റെ ഉൽപാദനത്തിനും വിറ്റാമിൻ ഡി അത്യാവശ്യമാണ്. ഇതിന്റെ കുറവ് മാനസികാവസ്ഥയെ മോശമായി ബാധിക്കുകയും ഉത്കണ്ഠയ്ക്കോ വിഷാദത്തിനോ പോലും കാരണമാവുകയും ചെയ്തേക്കാം. സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ ഉള്ളവരിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം പലപ്പോഴും ലക്ഷണങ്ങൾ വഷളാകാറുണ്ട്, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത്. മറ്റൊന്ന് മുടികൊഴിച്ചിലാണ്. മുടികൊഴിച്ചിലിന് പ്രത്യേകിച്ച് മറ്റ് കാരണങ്ങളൊന്നുമില്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ അളവ് പരിശോധിക്കുന്നത് നന്നായിരിക്കും. പുതിയ രോമങ്ങൾ ഉണ്ടാകുന്നതിൽ ഈ വിറ്റാമിൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ കുറവ് കഠിനമായ മുടികൊഴിച്ചിലിന് കാരണമാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറായ അലോപീസിയ ഏരിയ പോലെയുള്ള അവസ്ഥകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. കൂടാതെ വിറ്റാമിൻ ഡിയുടെ കുറവ് ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്കും അണുബാധകൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വിറ്റാമിൻ ഡിയുടെ കുറവ് തോന്നിയാൽ അവയുടെ അളവ് മെച്ചപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന് സൂര്യപ്രകാശം ഏൽക്കുക എന്നതാണ്. രാവിലെ 7 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിലെ സൂര്യപ്രകാശമാണ് ഇതിനുത്തമം. ദിവസവും കുറഞ്ഞത് 15 മിനിറ്റ് മുതൽ 30 മിനിറ്റെങ്കിലും സൂര്യപ്രകാശം ഏൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ കൊഴുപ്പുള്ള മത്സ്യം, മുട്ടയുടെ മഞ്ഞക്കരു, പാൽ ഉൽപ്പന്നങ്ങൾ, കൂൺ, പോഷകസമൃദ്ധമായ ധാന്യങ്ങൾ തുടങ്ങിയവ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തിയും വിറ്റാമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇപ്പറഞ്ഞ പ്രകൃതിദത്ത സ്രോതസ്സുകളെല്ലാം അപര്യാപ്തമാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിറ്റാമിൻ ഡി സപ്ലിമെന്റുകൾ കഴിക്കേണ്ടതും അനിവാര്യമാണ്.